എന്നാണ്. എന്നാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വേദനിച്ചു പോയി. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് KNM-കാരൻ നീ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് വിളിച്ചു പോലും. അപ്പൊ അദ്ദേഹത്തിന് വേദനയുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഈ സമയത്തടക്കം ഇദ്ദേഹം സ്റ്റേജുകൾ മുഴുവനും കയറിയിട്ടും കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും മുശ്രിക്കും കാഫിറും ഒക്കെ അദ്ദേഹത്തിന് വേദനയില്ല. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് വേദന വന്നു. മറുവിഭാഗം കൂടെ ചേർന്ന് തോളോട് തോള് ചേർന്ന് മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും മുശ്രിക്കും കാഫിറുമാക്കി നടന്ന കൂട്ടത്തിലുള്ളവൻ തന്നെ തിരിച്ചു വിളിച്ചു. വിളിക്കാനുണ്ടായ കാരണം എന്താണ്? മുശ്രിക്കും കാഫിറുമല്ലാത്ത ഒരു സമൂഹത്തെ മുശ്രിക്കും കാഫിറുമാക്കി ഇവര് ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അവർക്ക് വേദന വന്നു. എന്നാൽ മുസ്ലിമിനെ കാഫിറാക്കുമ്പോൾ അല്ലെങ്കിൽ മുശ്രിക്കാക്കുമ്പോൾ അവർക്ക് എന്തില്ല, വേദന ഇല്ലായിരുന്നു. ദീന് പഠിക്കാതെ ആരതി വെച്ചതും നോക്കിയിട്ട് ഇസ്ലാം പറയാൻ വന്നാൽ ഇതാണ് മൗലവിമാരെ നിങ്ങൾക്കുണ്ടാവുക. എന്നാൽ ഇതേ മൗലവി മുമ്പ് കാലത്ത് സുന്നി മദ്രസയിൽ പഠിക്കുന്ന എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് കീഴിൽ പഠിക്കുന്ന മക്കളെ, പിഞ്ചുമക്കളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം. കാരണം ആ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ശിർക്കാണ്, അവർ മുശ്രിക്കാണ് എന്ന് വാദിച്ചവനാ. അന്ന് ഇദ്ദേഹത്തിന് ഒരു ലാഞ്ചനയുമില്ലായിരുന്നു. സ്വന്തത്തിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തിന് വേദന തുടങ്ങി. അപ്പം അദ്ദേഹം മുമ്പ് പറഞ്ഞ, ശരിക്കു പറഞ്ഞാൽ തീവ്രവാദം, അദ്ദേഹം പറഞ്ഞ ആ വിഷയവും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഉണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിദർ നബി അലൈഹിസ്സലാം കഴുത്ത് മുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കണ്ടോ? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരു മുശ്രിക്കും കാഫിറുമല്ലാത്ത സമൂഹത്തെ മുശ്രിക്കും കാഫിറുമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുസ്ലിം സമൂഹത്തെ മുശ്രിക്കും കാഫിറുമാക്കി നടന്നവരായിരുന്നു കേരളത്തിലുള്ള വഹാബികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇവർ ദീന് പഠിച്ചിട്ടില്ല. ഇവർ മനസ്സിലാക്കിയിട്ടില്ല. കാരണം മുസ്ലിമിനെ മുശ്രിക്കും കാഫിറുമാക്കുക, ഒരു മനുഷ്യന്റെ പേരിൽ ശിർക്ക് അത് എത്രമാത്രം ഗൗരവകരമായ വിഷയമാണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗമാണ് ഈ വഹാബിസം. ഈ പറയപ്പെടുന്ന ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ വിസ്ഡം ജിന്നൂരിയുടെ നേതാവ് ഫൈസൽ മൗലവി പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. കാരണം അദ്ദേഹം പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചതല്ല ഇപ്പോൾ നമുക്കുള്ളത്. കാരണം നമ്മൾ കാലാകാലങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനവന്റെ യുക്തിക്കനുസരിച്ച് ദീനുൽ ഇസ്ലാമിനെ വളച്ചൊടിക്കുക ഇവർ പഠിച്ചിട്ടില്ല. കാരണം 10 വർഷം മുമ്പ് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പോൾ. കാരണം നമ്മൾ അതിൽ നിന്നും വ്യത്യാസമായി നമ്മൾ പഠിച്ചു വന്നു. അപ്പം ദീന് പഠിക്കാതെ തന്നെ എന്ത് ചെയ്യാണ്, അറിയാത്ത വിഷയത്തിന്റെ മുകളിൽ കയറിയിട്ട് മുശ്രിക്കാക്കുക എന്ന ശിർക്ക് ആരോപിക്കുക. അത് എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. നമ്മൾ അന്നേരം പഠിച്ചത് വേറെയാണ്, ഇന്ന് പഠിച്ചത് വേറെയാണ്. അങ്ങനെ ഒരു ദീനില്ല. ദീനിന്റെ പേരിൽ പച്ചക്കളവറി. ദീൻ അറിയാത്തവൻ ദീനിന്റെ പേരിൽ വിധികൾ കൽപ്പിക്കാനുള്ള അധികാരം അവർക്കില്ല. അത് പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മുമ്പ് കാലങ്ങളിൽ റബീഉൽ അവ്വൽ ആഘോഷിക്കാം, നബിദിനം ആഘോഷിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ജന്മദിനം കൊണ്ടാടണമെന്നായിരുന്നു മുമ്പ് കാല വഹാബികൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തവർ അങ്ങനെയല്ല, അത് പാടില്ല എന്നാണ് അവരുടെ വാദം. മറ്റവർ, നിങ്ങളുടെ മുൻകാല നേതാക്കന്മാർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി വിവരമില്ലായിരുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ നരകത്തിന്റെ അവകാശികളായി. ഇപ്പൊ ഇവരാണ് എല്ലാം തികഞ്ഞവർ. അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന മൗലവിമാർ അവർ എല്ലാം തികഞ്ഞവരാണ് എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അത് തന്നെ ഏറ്റവും പേച്ച വിശ്വാസമാണ്. സ്വയം ഖുർആനും സുന്നത്തിനെയും എന്താക്കുക, അർത്ഥം വെക്കുക, അവർക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറയുക. അത് ഇസ്ലാമല്ല എന്ന് നിങ്ങളും ഞാനും ഒക്കെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഈ ഫൈസൽ മൗലവി എന്താണ് എന്ന് പറയുന്നതും കൂടി കേട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളും അങ്ങനത്തെ 10 കൊല്ലം മുമ്പ് ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക. 10 കൊല്ലം മുമ്പ് അറിയാത്ത ഒരുപാട് സംഗതികൾ ഈ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ പഠിച്ചു.
അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു. നമ്മളെ പോരായ്മയാണ്, ദീനിന്റെ പോരായ്മയല്ല, പ്രമാണങ്ങളുടെ പോരായ്മയല്ല. പ്രമാണം മാറൂല, നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാറും. കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളും അങ്ങനത്തെ 10 കൊല്ലം മുമ്പ് ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക. 10 കൊല്ലം മുമ്പ് അറിയാത്ത ഒരുപാട് സംഗതികൾ ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു. നമ്മളെ പോരായ്മയാണ്, ദീനിന്റെ പോരായ്മയല്ല, പ്രമാണങ്ങളുടെ പോരായ്മയല്ല. പ്രമാണം മാറൂല, നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാറും.